ഇന്നത്തെ പുതുവായനയിൽ പെരുപ്പംകൂട് ബാലകൃഷ്ണൻ എഴുതിയ കറിവേപ്പില എന്ന കഥ. ചാരുകസേരയിൽ കണ്ണടച്ചു കിടക്കുമ്പോഴും കണ്ണകങ്ങളിൽ ഒരു ദൃശ്യപ്രപഞ്ചം ഇതൾ വിടർത്തി കടിഞ്ഞാണില്ലാതെ പായുന്ന കുതിരകൾ, ചിന്തകൾ. മനഃപൂർവ്വമല്ലെങ്കിലും പപ്പേട്ടൻ എന്തൊക്കെയോ ഓർത്തുപോയി. വഴിയെടുത്ത് പത്മനാഭൻ മേനോൻ പപ്പേട്ടനായി രൂപാന്തരപ്പെട്ട ജീവിത വഴികൾ. അഖിലേന്ത്യാ സർവീസ് എന്ന മോഹവുമായി കോളേജ് ക്ലാസുകളിൽ ഒന്നാമനായി തിളങ്ങി നിന്ന പത്മനാഭൻ മേനോൻ തികച്ചും ഔപചാരികമായി ചെന്നപ്പെട്ടത് രാഷ്ട്രീയ വഴികളിൽ. അവിടെ തുടങ്ങി പപ്പേട്ടനിലേക്കുള്ള കൂടൊരുക്കം. പപ്പേട്ടനായി സമരമുഖങ്ങളിൽ പപ്പൻ കൂടെയുള്ളവർക്ക് കരുത്തും ആവേശവുമായി. പപ്പൻ നേതാക്കന്മാരുടെ പ്രിയശിഷ്യൻ, ഏത് നിയോഗവും ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന പ്രകൃതം. പപ്പനെ പ്രസ്ഥാനത്തിന്റെ മുതൽക്കൂട്ടായി അവർ കണ്ടു. സ്വന്തം വീട്ടിൽ വല്ലപ്പോഴും എത്തുന്ന അതിഥിയായി ചുരുങ്ങി പപ്പൻ. നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞു, ഈ കുട്ടിക്ക് എന്തുപറ്റി? പണവും പ്രതാപവുമൊക്കെയുള്ള വഴിയെടുത്ത കുട്ടിക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ പപ്പൻ നാട്ടുകാരറിയുകയായിരുന്നു. അവരുടെ പ്രാരാബ്ധങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ അഗ്നിചൂടുകൾ അവനെന്നും നോവായിരുന്നു. അവർക്ക് ആശ്വാസമേകാൻ കഴിയുന്ന വഴികൾ തേടിയുള്ള അലച്ചിൽ. സ്വന്തം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ തേഞ്ഞ് അപ്രത്യക്ഷയായി പ്രസ്ഥാനത്തിനകത്തും പുറത്തും കൂടെയുള്ളവർക്കും വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത് സംതൃപ്തി നേടി. അതൊരു ശീലമായി. കുടുംബത്തിൽ എന്നും ഒരു സന്ദർശകൻ മാത്രമായിരുന്നല്ല, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എന്നും ഒരു വിരുന്നുകാരൻ പപ്പൻ. അവരുടെ മോഹങ്ങളുടെ നിറം കെടുത്തിയ സീമന്തപുത്രൻ. എന്നിട്ടും അവർ വെറുത്തില്ല. ഹൃദയത്തിൽ പെയ്ത കണ്ണീർ മഴയിൽ ആവോളം നനഞ്ഞെന്നു മാത്രം. വല്ലപ്പോഴും പടികടന്നു വരുന്ന പപ്പൻ എന്ന മഴമേഘത്തെ സ്നേഹം കൊണ്ടവർ പൊതിയാൻ ശ്രമിച്ചെങ്കിലും വീടിനകത്തിനപ്പുറം വളർന്നു പന്തലിച്ച് പപ്പൻ എന്ന സ്നേഹത്തിന് ഒരിക്കലും കുടുംബത്തിൽ ഒതുങ്ങാൻ കഴിഞ്ഞില്ല. വ്യക്തിയും പ്രസ്ഥാനവും തമ്മിൽ അതിർവരമ്പുകൾ ഒരിക്കലും കാണാതെ ജീവിച്ചു. അധികാരമോ സ്ഥാനമാനങ്ങളോ ഒരിക്കൽ പോലും ആഗ്രഹിച്ചില്ല. സംഭവിച്ചതെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. ആശയസമരമായി പ്രസ്ഥാനത്തിൽ രൂപപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും അവസാനമെത്തിയത് ചേരിതിരിവിലേക്ക്. ഒരു ചേരിയോടും മമത കാണിക്കാതെ ആശയങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്നു. അങ്ങനെ രണ്ടു കൂട്ടർക്കും അനഭിമതനായി പപ്പൻ. മനം നൊന്ത് പടിയിറങ്ങി. തനിക്കായി നീക്കിവച്ചിരുന്ന കുടുംബത്തിന്റെ പടിപ്പുരയിലേക്ക് ചേക്കേറി. എഴുത്തും വായനയുമായി ദിനചര്യകൾ ചിട്ടപ്പെടുത്തി. അപൂർവമായി സന്ദർശകർ. പപ്പേട്ട വിളിയുമായി ചില പഴയകാല ചങ്ങാതിമാർ വന്നാലായി. എന്നും കാര്യങ്ങൾ തിരക്കിയെത്തുന്ന ഒരു പയ്യനുണ്ട്, അയൽവീട്ടിലെ മാധവി ചേച്ചിയുടെ മകൻ ബാബു, നിത്യസന്ദർശകനും സഹായി. സംഖ്യമയങ്ങിയ നേരം പപ്പേട്ടൻ വരാന്തിയിൽ ചാരുകസേരയിൽ കണ്ണടച്ചു കിടന്നു. ബാബു വിളിച്ചു, പപ്പേട്ട ഉറക്കോ? അവൻ വരാന്തിയിൽ കയറി ലൈറ്റിട്ടു. വീണ്ടും വിളിച്ചു, മറുപടിയില്ല. അടുത്തു വന്ന് ചുമലിൽ കൈവച്ച് വീണ്ടും ഉറക്കെ വിളിച്ചു. പക്ഷേ പപ്പേട്ടനൊന്നും കേട്ടില്ല. അനക്കമില്ലാത്ത പപ്പേട്ടൻ കൂടുപേക്ഷിച്ച് അകലേക്ക് പറന്നുപോയി. അയലത്തെവിടെയോ കറിവേപ്പില മൂപ്പിച്ച് കറിയിൽ ചേർക്കുന്ന ഗന്ധം കാറ്റിലൂടെ ഒഴുകി വന്നു. പെരുപ്പംകൂട് ബാലകൃഷ്ണൻ എഴുതിയ കറിവേപ്പിലയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.